ലഭിച്ച ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് emalappuram.kerala.gov.in എന്ന eOffice വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അതിനുശേഷം FMS അഥവാ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇൻബോക്സിലുള്ള ഫയലുകൾ കാണാവുന്നതാണ്. നിങ്ങൾ കാണുവാൻ ഉദ്ദേശിക്കുന്ന ഫയൽ അതിൻ്റെ ഫയൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. സ്ക്രീനിൻ്റെ വലതുഭാഗത്തായി കറണ്ട് ഫയലും ഇടതുഭാഗത്തായി നോട്ട് ഫയലും കാണാം. കറണ്ട് ഫയലിൻ്റെ സ്ക്രീൻ വലുതായി കാണുവാൻ അതിൻ്റെ മുകളിലുള്ള സൂം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വായിക്കാവുന്നതാണ്. നോട്ട് ഫയലിൽ അവസാനം സമർപ്പിച്ച 5 നോട്ട് ഫയലുകൾ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവ കാണുന്നതിനായി നോട്ടിങ്ങിൽ വ്യൂ ആൾ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഡ്രാഫ്റ്റ് കാണുന്നതിനായി ഡ്രാഫ്റ്റിൽ വ്യൂ ഡ്രാഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വരുന്ന സ്ക്രീനിൽ DFA നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കത്ത് ഓപ്പൺ ആക്കുക. കത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ വലതുഭാഗത്തായി കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡ്രാഫ്റ്റിൻ്റെ പ്രിവ്യൂ കണ്ടതിന് ശേഷം മാത്രം അപ്രൂവൽ നൽകുക. പ്രിവ്യൂ കാണുന്നതിനായി പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് സെലക്ട് ചെയ്ത് OK അമർത്തുക. ശേഷം വരുന്ന സ്ക്രീനിൽ അലൈൻമെൻറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പായതിന് ശേഷം പ്രിവ്യൂ ക്ലോസ് ചെയ്യുക. അതിനുശേഷം അപ്രൂവൽ ചെയ്യുന്നതിനായി അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്രൂവൽ കൺഫർമേഷൻ OK അമർത്തുക. ഇപ്പോൾ ഡ്രാഫ്റ്റ് സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് കാണാം. ഡിജിറ്റൽ സൈൻ ചെയ്യുന്നതിനായി കസ്റ്റം സൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുന്ന സ്ക്രീനിൽ സിഗ്നേച്ചർ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം അതേ വിൻഡോയിലെ DSC സൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. ശേഷം ഡിജിറ്റൽ സിഗ്നേച്ചർ പാസ്വേഡ് എൻ്റർ ചെയ്ത് OK അമർത്തുക. ഇപ്പോൾ ഡ്രാഫ്റ്റ് സ്റ്റാറ്റസ് സൈൻഡ് എന്ന് കാണാം. ഡിജിറ്റൽ സിഗ്നേച്ചർ കാണുവാൻ ടൂൾസിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് സെലക്ട് ചെയ്ത് OK അമർത്തുക. തുടർന്ന് PDF ക്ലോസ് ചെയ്തതിന് ശേഷം നോട്ട് ഫയൽ എഴുതുവാൻ വേണ്ടി മുകളിൽ കാണുന്ന ഫയൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക.
നോട്ട് ഫയൽ എഴുതുന്നതിനായി ആഡ് ഗ്രീൻ നോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോട്ട് ഫയൽ ടൈപ്പ് ചെയ്യുകയോ ക്വിക്ക് നോട്ടിങ്ങിൽ നിന്നും ആവശ്യമായ നോട്ടുകൾ സെലക്ട് ചെയ്യുകയോ ചെയ്യാം. നോട്ട് ഫയൽ സേവ് ചെയ്യേണ്ട ആവശ്യകതയില്ല. അതിനുശേഷം സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺസേൺഡ് സീറ്റിലോട്ട് ഫയൽ തിരികെ നൽകാവുന്നതാണ്.